ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് ഇപ്രകാരം പറയുന്നു: ദൈവമേ, എന്നെക്കുറിച്ചുള്ള നിന്റെ വിചാരങ്ങൾ അത്യന്തം ഘനമായവ, അവയുടെ ആകത്തുകയും എണ്ണാവുതലും അപ്പുറം. ഇത് പറയുവാൻ കാരണമെന്തെന്നാൽ ഇസ്രായേലിലെ ആദ്യത്തെ രാജാവാണ് ശൗൽ. പ്രവാചകനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനുമാണ്. എന്നാൽ ദാവീദുമായി ഒരു വ്യത്യാസമുണ്ട്. ജനം ആവശ്യപ്പെട്ട് രാജാവായവനാണ് ശൗൽ. അപ്പുറം ജനമറിയാതെ, ആരും അറിയാതെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് ദാവീദ്. ശൗലിനെ രാജാവായി ഒരു രാജ്യം കാണുമ്പോൾ ദാവീദിനെ രാജാവായി അഖിലാണ്ട് സൃഷ്ടികാരണനായ ദൈവം മാത്രമാണ് കാണുന്നത്. ഒന്നോർക്കുക, ജനത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ പരാജിതനാകുമ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എവിടെയും ഒറ്റയ്ക്കും വിജയിക്കുന്നവനാണ്. പക്ഷേ ഒരു കാര്യം, ദാവീദ് പാവം ചെയ്യുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ദൈവം അവനെ തിരഞ്ഞെടുത്തത്. എന്നാൽ അവന്റെ തിരഞ്ഞെടുപ്പും വിളിയും അവനിൽ ഉണ്ടായിരുന്നു. ഉദാഹരണം, പത്രോസ് പാവം ചെയ്യുമെന്ന് യേശുവിനറിയാം, തിരിഞ്ഞു വരുമെന്നും യേശുവിനറിയാം. അറിഞ്ഞിട്ട് അവനെ തിരഞ്ഞെടുത്തു. എന്നാൽ യൂദ പാപം ചെയ്യുമെന്നും അറിയാം, അറിഞ്ഞിട്ട് അവനെയും തിരഞ്ഞെടുത്തു. യൂദ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത് അവൻ നാശയോഗ്യൻ, നശിച്ചുപോയി എന്നാണ്. ഈ രണ്ട് തിരഞ്ഞെടുപ്പിന്റെ നിഴലാണ് ശൗലിലും ദാവീദിലും കാണുന്നത്. ഒരേ സമയം രണ്ട് രാജാവ്, പ്രജകളും ആയുധങ്ങളും കൊട്ടാരവും ഉള്ളവൻ, ജനത്തിന് പ്രിയനാണ്. എന്നാൽ ആരുമില്ലാതെ ഏകാന്തതയിൽ ദൈവത്തെ മാത്രം കാണുന്നവൻ. അവന്റെ ഏക ആശ്രയം ദൈവമായിരുന്നു. രാജാവും പട്ടാളവും ശത്രുവായ ഒരുവന്റെ മുന്നിൽ മുട്ടുമടക്കിയപ്പോൾ അഭിഷിക്തനെ ദൈവം ജനത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തു. ജനം ആർപ്പിട്ടു. ശൗലോ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. പ്രിയ ദൈവമക്കളെ, ജനത്തിന്റെ പ്രിയമല്ല ദൈവത്തിന് ആവശ്യം. ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ സകലരും നിനക്കെതിരായാലും, ദാവീദ് ഓടിയതുപോലെ ശൗലിന്റെ മുന്നിൽ നിന്നും അബ്ശാലോമിന്റെ മുന്നിൽ നിന്നും, അതുപോലെ നീ പരാജയമാണെന്ന് പറഞ്ഞ് നിന്നെ ആട്ടിപ്പായിക്കുന്ന ശത്രുവിന്റെ മുന്നിൽ മേശയൊരുക്കുന്ന ഒരു കർത്താവുണ്ട്. നിനക്കെതിരെ ഭീഷണി മുഴക്കുന്ന, ദേശത്ത് നിന്നെ പാർപ്പിക്കയില്ല എന്ന് പറഞ്ഞ് വാദം മുഴക്കി നിനക്കെതിരെ അപവാദം പരത്തുന്ന, അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിനെയും അബ്ശാലോമിനെയും നീ ഭയപ്പെടരുത്. നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ ശക്തി അത് അതിന്റെ പ്രവൃത്തി ചെയ്യുക തന്നെ ചെയ്യും. ദൈവം വലിയവൻ, വിളിച്ചവൻ വിശ്വസ്തൻ. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരം എണ്ണിയാൽ തീരില്ല. ദേശത്തിന്റെ നടുവിൽ, സഭയുടെ നടുവിൽ അവൻ നിന്നെ ഉയർത്തി വെളിപ്പെടുത്തട്ടെ. ആമേൻ.